ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊല്ലം ആശ്രാമം മൈതാനത്ത് മന്ത്രി വി ശിവൻകുട്ടി ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. അഭിവാദ്യം ചെയ്യുവാൻ കടന്നു വരുന്നു. ചവറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ അനീഷ് കുമാർ നയിക്കുന്ന ലോക്കൽ പോലീസ് മെൻ പ്ലട്ടൂൺ കൊല്ലം. KCRB സബ് ഇൻസ്പെക്ടർ ശ്രീമതി സരിത നയിക്കുന്ന അർത്ഥപൂർണമാവുമെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ സ്വാതന്ത്ര്യം ഒരു സമ്മാനമല്ല, നമ്മൾ എല്ലാവരും പങ്കിടുന്ന ഒരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിന്റെ സവിശേഷത ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തമായിരുന്നു. അതിനാൽ സ്വാതന്ത്ര്യം എല്ലാവർക്കും തുല്യമാണ്. പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാതോലിക്കേറ്റ് കോളേജ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ കളക്ടർ പ്രേം കൃഷ്ണ, ആന്റണി MP തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്തതായി പന്തളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ അനീഷ് എബ്രഹാം നയിക്കുന്ന ലോക്കൽ പോലീസ് പ്ലട്ടൂണാണ് മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചത്. മാലിന്യമുക്ത ജില്ല എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് നാം മുന്നോട്ട് അടുക്കുകയാണ്. ഇനി ഏറെ ദൂരം നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണത് എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്. പുറത്തു വലിച്ചെറിയപ്പെടുന്ന ഓരോ മാലിന്യവും, ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറാകട്ടെ, അത് നമ്മിലേക്ക് ഒരു പകർച്ചവ്യാധിയായി തിരിച്ചെത്തുന്നു എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ആലപ്പുഴ ജില്ലയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ ദേശീയ പതാക ഉയർത്തി. 16 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ആദിത്യ കെയർ നയിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേരളത്തിൽ സ്കൂൾ ബാച്ചുമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചു. ആലപ്പുഴ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ ജോലിയുന്ന വനിതാ പോലീസ് തുടങ്ങിയ വനിതാ പോലീസ് പ്ലട്ടൂണാണ്. നമ്മുടെ രാജ്യത്തെ മതേതരത്വം മറ്റ് ലോകരാജ്യങ്ങൾക്കാകെ മാതൃകയായി മാറിയതാണ്. മതേതരത്വത്തിനെതിരായിട്ടുള്ള ഏത് വെല്ലുവിളിയെയും നമുക്ക് ഒന്നിച്ച് ചേർത്ത് തോൽപ്പിച്ചേ മതിയാകും. മതേതരത്വം നിലനിർത്താൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞതുപോലെ നമ്മൾ ഹിന്ദുക്കളും മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ആണെന്നതിനപ്പുറം പ്രാഥമികമായ യാഥാർത്ഥ്യം നമ്മൾ ഇന്ത്യക്കാർ ആണെന്നതാണ്. എന്നാൽ ഇന്ന് ഇന്ത്യക്കാരനെന്ന വികാരത്തിന് മുകളിൽ ജാതിമത വർഗീയ വികാരങ്ങൾ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് വർഗീയ ശക്തികൾ നടത്തുന്നത്. ഇത്തരം നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ഒന്നായി നിന്ന് പരാജയപ്പെടുത്തേണ്ടത് ഇന്ത്യ എന്ന ആശയത്തോടുള്ള നമ്മുടെ കൂറ് പുലർത്താൻ കൂടിയാണ്. കോട്ടയം പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു.
Kerala Civil Police Platoon number 2, led by Sri Saiju K, Sub Inspector of Police, Etumanur Police Station. Sub Inspector, District Headquarters, Kottayam Street. അതിജീവനത്തിലേക്ക് നിർമ്മിച്ച ആ ബെയിലി പാലം സമർപ്പണത്തിന്റെയും മനോബലത്തിന്റെയും കൂടി പ്രതീകമാണ്. ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ പാലത്തിനു പകരം സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് മഴയും പുഴയുടെ ഒഴുക്കും വകവയ്ക്കാതെ ഒരു രാത്രിയും പകലും കൊണ്ട് നിർമ്മിച്ച ബെയിലി പാലമാണ് മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനത്തിന് താങ്ങായത്. ഇതിനിടെ ഒത്തിരി പേരെ രക്ഷിച്ച പ്രജീഷ് എന്ന യുവാവിന്റെ ജീവത്യാഗം സമർപ്പണത്തിന്റെ വിളംബരമായി മാറിയതും സങ്കടത്തോടെ നാം കേട്ടു. ഇടുക്കി IDA ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയായി. കേരള പോലീസിൽ സർവീസിൽ പ്രവേശിച്ചു. ശ്രീമതി ജയലളിത പ്രസാദും സന്ദീപിനും ആ ആശങ്കയുടെ മുന്നിൽ നമുക്കെടുക്കേണ്ട തീരുമാനങ്ങളിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കാൻ സംസ്ഥാന ഗവൺമെന്റും ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കൈകോർക്കുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. കേരള നിയമസഭയില് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ ഒരു വിഷയം, മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം ഉണ്ടാകണം. ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളം പുറകോട്ട് പോകുന്നില്ല. സുപ്രീം കോടതി നിലനിൽക്കുന്ന ഒരു കേസാണ് എന്ന പരിമിതി നമുക്കുണ്ട്. എങ്കിലും ഔട്ട് ഓഫ് കോർട്ടിലും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് ഈ വിഷയം പരിഹരിക്കലിന് ആവശ്യമായ നടപടികളിലേക്ക് പോകാൻ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു. തൃശൂരിൽ തേക്കിൻകാട് മൈതാനത്തായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടന്നത്. വിദ്യാർത്ഥി കോർണറിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കേരളത്തിൽ വയനാട്ടിലെ മുണ്ടക്കൈ പ്രദേശത്ത് പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായി സങ്കടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സഹോദരീ സഹോദരന്മാരുടെ വേദനയിൽ പങ്കുചേരുമ്പോൾ തന്നെ നമുക്ക് മുൻപേ നടന്നുകൊണ്ട് ത്യാഗോജ്വലമായ സമര പോരാട്ടങ്ങളിലൂടെ അമൂല്യമായ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിനും അതിന്റെ ജനതയ്ക്കും നേടിത്തന്ന ധീരദേശാഭിമാനികളെ അനുസ്മരിക്കുന്നതിന് തീർച്ചയായും നാം ഈ അവസരം ഉപയോഗിക്കേണ്ടതാണ്. പാലക്കാട് കോട്ട മൈതാനത്ത് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി MP രാജേഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ്, വനം, ഫയർഫോഴ്സ്, NCC തുടങ്ങി വിവിധ വിഭാഗങ്ങൾ പരേഡിന് നേതൃത്വം നൽകി. ശ്രീ വിനോദ് BA, എക്സൈസ് ഇൻസ്പെക്ടർ മണ്ണാർക്കാട് നയിക്കുന്ന കേരള എക്സൈസിന്റെ പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്.
NCC Netaji College, Nenmara. ആ സ്വാതന്ത്ര്യ സമരവും ദേശീയ പ്രസ്ഥാനവും സൃഷ്ടിച്ച മൂല്യങ്ങളാണ് ആധുനിക ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് ഊർജമായി മാറിയത് എന്നതാണ്. ആ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനും അതിനെ സാക്ഷാത്കരിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 77 കൊല്ലമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി OR കേളു ദേശീയ പതാക ഉയർത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ, പരേഡ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയാണ് സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ നടന്നത്. ചൂരൽമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ, ആ ദുരന്ത നിവാരണത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം, വയനാടിനെ സംബന്ധിച്ചോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദുരന്തമുണ്ടായ ആ രാത്രി തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടം ആ സംഭവ സ്ഥലത്ത് എത്തുകയും ഇന്ത്യൻ സൈന്യവും അതേപോലെ തന്നെ ഇന്ത്യൻ പോലീസും NDRFും എക്സൈസും അങ്ങനെ വേണ്ട തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒത്തൊരുമിച്ചുകൊണ്ട് കഴിഞ്ഞ 16 ദിവസമായി നമ്മൾ ഈ ദുരന്തത്തിലും മതേതരത്വത്തിന്റെ കാര്യത്തിലും ഒക്കെ പലപ്പോഴും ചില വിള്ളലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാ മതവിശ്വാസികളും ഒത്തുചേർന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയിട്ടുള്ളത്. പക്ഷേ കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി. 22 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു SPC ജൂനിയർ റെഡ് ക്രോസ് ബോയ്സ്, ജൂനിയർ റെഡ് ക്രോസ് ഗേൾസ് തുടങ്ങിയ 22 ഹയർ സെക്കൻഡറി സ്കൂൾ SPC ബാൻഡ് ട്രൂപ്പ്. സബ് ഇൻസ്പെക്ടർ ടിൻറ്റു NT നയിക്കുന്ന KAP 4ാം ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. DHQ കണ്ണൂർ സിറ്റി സന്തോഷ് കുമാർ നയിക്കുന്ന കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സബ് ഇൻസ്പെക്ടർ പോലീസ് പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ ഖദീജ K നയിക്കുന്ന വനിതാ പോലീസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. P ചൗധരി നയിക്കുന്ന DSC കണ്ണൂർ ബാൻഡ് ട്രൂപ്പ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമായ ഭാരതം അതിന്റെ സ്വാതന്ത്ര്യം
ആഘോഷിക്കുന്നത് ലോകത്തിന്റെ തന്നെ സചേതനമായ ശ്രദ്ധാകർഷിച്ചുകൊണ്ടാണ്. നമ്മുടെ അർഹമായ ഭരണഘടന, ജനാധിപത്യ മൂല്യങ്ങൾ, മതേതരത്വം, സഹോദര്യം, സൗഹൃദം തുടങ്ങി ഉത്കൃഷ്ടമായ മാനവിക ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് എത്തിക്കുന്ന ഒരു മഹാരാജ്യം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയിട്ടുള്ള ധീരോദാത്തനായ രക്തസാക്ഷികൾ, പ്രത്യേകിച്ച് ലോകാരാധ്യനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് മഹാവ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരുടെയും പ്രോജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുകയാണ്.